നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർക്കളമായി മാറാൻ പോകുന്നത് 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് തന്നെയാണ്. 400 സീറ്റുകൾ നേടി NDA തുടർ ഭരണം നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിൽ അവർക്ക് അതിന് ഏറ്റവും അധികം പിന്തുണ നൽകേണ്ടത് ഉത്തർപ്രദേശ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് തൂത്തുവാരുക എന്നത് BJPയെ സംബന്ധിച്ച് അനിവാര്യതയാണ്. അതേസമയം തകർന്ന് തരിപ്പണമായ കോൺഗ്രസിന്റെ ഏക പിടിവള്ളിയും ഉത്തർപ്രദേശ് തന്നെയാണ്. നിലവിൽ എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിലേക്ക് തന്നെയാണ്. ഉത്തർപ്രദേശിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന 10 പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയോ കോൺഗ്രസിനെയോ സംബന്ധിച്ചുള്ളതല്ല, മറിച്ച് സമാജ്വാദി പാർട്ടിയും BSPയും സംബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം നിരന്തരമായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന 2 പാർട്ടിയാണ്. ഒരു കാലത്ത് അവിടുത്തെ പ്രബലരായിരുന്ന SPയും BSPയും. എന്തായാലും ഈ തിരിച്ചടികളിൽ നിന്നൊക്കെ കരകയറാൻ അവരെ കൊണ്ടാവുന്ന വിധം അവർ അധ്വാനിക്കുന്നുണ്ട്. നമുക്കറിയാം, BSP അവരുടെ പഴയ മുദ്രാവാക്യത്തിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുന്നു. അങ്ങനെ എല്ലാം അടിമുടി മാറ്റിക്കൊണ്ടാണ് BSPയും SPയും ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറങ്ങുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, കോൺഗ്രസ് കോട്ട എന്ന് പറയപ്പെടുന്ന 2 മണ്ഡലങ്ങളാണ് റായ്ബറേലിയും അമേഠിയും. ഈ അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് രാജ്യത്തൊന്നടങ്കം കോൺഗ്രസ് നാണം കെടുന്നതിന് കാരണമായിട്ടുണ്ട്. 2014-ലും 2019-ലും പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുമില്ല. ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കാൻ സോണിയാഗാന്ധി ഇല്ല. അവർ രാജസ്ഥാനിൽ നിന്നുമാണ് രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. റായ്ബറേലിയിൽ ആരായിരിക്കും മത്സരത്തിന് ഇറങ്ങുക എന്ന കാര്യത്തിൽ പോലും കൃത്യത വന്നിട്ടില്ല. എന്തായാലും അമേഠി തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് രാജ്യം ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. ഇനി ചില സീറ്റുകളാണ്. ഈ സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉത്തർപ്രദേശിന്റെ ആകമാനമുള്ള രാഷ്ട്രീയ ഭൂമികയെ കാര്യമായി തന്നെ ഉഴുതുമറിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി തന്നെയാണ്. രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു സീറ്റ് തന്നെയാണ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടാൻ ഇക്കുറിയും കളത്തിലിറങ്ങിയിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ PCC അധ്യക്ഷനായ അജയ് റായ് തന്നെയാണ്. എന്തായാലും ഈ സീറ്റിൽ മോദി കാര്യമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ, പ്രത്യേകിച്ചും അവിടുത്തെ BJP പ്രവർത്തകർ പറയുന്നത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ മോദിയെ ഇക്കുറി വിജയിപ്പിക്കണമെന്നാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിട്ടുമുണ്ട്. വാരണാസി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അടുത്ത ഒരു സീറ്റ് എന്ന് പറയുന്നത് ലക്നൗ ആണ്. ലക്നൌവിൽ രാജ്നാഥ് സിംഗ് ആണ് മത്സരത്തിന് ഇറങ്ങുന്നത്. അദ്ദേഹത്തിനെതിരെ മത്സര രംഗത്തുള്ളത് SPയുടെയും BSPയുടെയും കരുത്തന്മാരാണ്. സമാജ്വാദി പാർട്ടിയിൽ നിന്നും രവിദാസ് മെഹ്റോത്രയും BSPയിൽ നിന്നും സർവർ മാലിക്കുമാണ് രാജ്നാഥ് സിംഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ലക്നൌവിൽ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് പിലിഭിത്ത് ആണ്. പിലിഭിത്തിൽ ജിതിൻ പ്രസാദയാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ സമാജ്വാദി പാർട്ടിയുടെ ഭഗവത് സരൺ ഗാംഗ്വാർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എങ്കിൽ പോലും BSPയുടെ അനീസ് അഹമ്മദ് കൂടി രംഗത്തുണ്ട്. ഈ പിലിഭിത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പിലിഭിത്തിലെ ഒരു ഫലം എങ്ങനെ ആവും എന്ന കാര്യത്തിലും വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട മണ്ഡലം അമേഠി തന്നെയാണ്. നമുക്കറിയാം, അമേഠിയിൽ ഇതിനോടകം സ്മൃതി ഇറാനി തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ അമേഠിയിലെ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കുടുംബത്തിലെ മിസ്റ്റർ മരുമകനായ റോബർട്ട് വാദ്ര രംഗത്ത് വന്നത്. പക്ഷേ കോൺഗ്രസ് അത് ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അങ്ങനെ സമ്മതിച്ചാൽ അത് കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും എന്ന കാര്യം മറ്റാരേക്കാളും അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പോകുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി ഇല്ല, ഒഴിഞ്ഞുകിടക്കുകയാണ്. അവിടെ ആര് സ്ഥാനാർത്ഥിയായി വന്നാലും അത് വാർത്താ പ്രാധാന്യം നേടുന്ന ഒന്ന് തന്നെയായിരിക്കും. അടുത്ത മണ്ഡലവും നമുക്ക് സുപരിചിതമായ മണ്ഡലം തന്നെയാണ്, റായ്ബറേലിയാണ്. റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ ഒരു കുടുംബ കോട്ട തന്നെയാണ്. അവിടെ പക്ഷേ ഇതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനൊപ്പം അവിടെ BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റായ്ബറേലിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കും എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉത്തർപ്രദേശിന് മുന്നിലുണ്ട്. അടുത്ത മണ്ഡലം ഗോരഖ്പൂർ ആണ്. അവിടെ BJPയുടെ രവി കിഷനും അതിനോടൊപ്പം തന്നെ SPയുടെ കാജൽ നിഷാദുമായിരിക്കും വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ പോകുന്നത്. ഈ BJP സ്ഥാനാർത്ഥിയായ രവി കിഷൻ എന്ന് പറയുന്നത് ഒരു ഭോജ്പൂരി സൂപ്പർ താരം കൂടിയാണ്. BJPയുടെ ശക്തി കേന്ദ്രമായ ഗോരഖ്പൂരിൽ അവർ വിജയിച്ചു കയറേണ്ടത് അനിവാര്യത തന്നെയാണ്. അടുത്ത മണ്ഡലം മെയിൻപുരിയാണ്. അവിടെ ഡിംപിൾ യാദവാണ് മത്സരത്തിനിറങ്ങുന്നത്. സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവിന്റെ ഭാര്യയാണ് ഡിംപിൾ യാദവ്. ഡിംപിൾ യാദവിന്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് BJPയുടെ ജയ്വീർ സിംഗ് ഠാക്കൂർ ആണ്.
ജയ്വീർ സിംഗ് ഠാക്കൂർ ഇവിടെ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ ഡിംപിൾ യാദവിന് ചെറിയ പ്രതിസന്ധിയൊന്നുമല്ല തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് ഡിംപിൾ യാദവിനെ വിജയിപ്പിക്കാനുള്ള എല്ലാ അണിയറ നീക്കങ്ങളും അവർ ഇതിനോടകം തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും ജയ്വീർ സിംഗ് ഠാക്കൂറിന് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളടക്കം മെയിൻപുരിയിൽ വന്നിട്ടുമുണ്ട്. വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ പോകുന്ന മണ്ഡലം തന്നെയായിരിക്കും മെയിൻപുരിയും. അടുത്തത് ഗാസിപൂരാണ്. ഗാസിപൂരിൽ സമാജ്വാദി പാർട്ടിയുടെ അഫ്സൽ അൻസാരിയാണ് ഏറ്റവും കരുത്ത് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ BJPയുടെ പരാസ്നാഥ് റായിയുമുണ്ട്. രണ്ടുപേർക്കും ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളാണ് എന്നതാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ സമാജ്വാദി പാർട്ടി ആയിരിക്കുമോ BJP ആയിരിക്കുമോ വെന്നിക്കൊടി പാറിക്കാൻ പോകുന്നത് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭൂപടം തന്നെ മാറ്റി എഴുതാൻ കെൽപ്പുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എന്തായാലും UPയിലെ മത്സരം എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ നിർണായകമാണ്. ആ ഫലം രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഈ പറഞ്ഞവയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.